മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ SSA വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിതരണോദ്ഘാടനം നിർവഹിച്ചു. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന പഠനോപകരണങ്ങളുടെ വിതരണമാണ് നടന്നത്. പഞ്ചായത്ത് പരിധിയിലെ 40 വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. താമരക്കുളം ഗവൺമെന്റ് വെൽഫെയർ LPSൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിതരണോദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു നല്ല പരിപാടിയാണ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണം വിതരണം. അത് കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഈ പഠനോപകരണം വിതരണം ചെയ്തിട്ടുണ്ട്. ധാരാളം വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതി വളരെയധികം വിദ്യാർത്ഥികൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഈ പദ്ധതിയുമായി വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ, പഞ്ചായത്ത് അംഗങ്ങളായ S ശ്രീജ, ആര്യ ആദർശ്, റഹ്മത്ത് റഷീദ്, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സുഭാഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കനാൽ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ. ചെറിയനാട് നെടുവരംകോട് കനാൽ ജംഗ്ഷൻ മുതൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം വരെയുള്ള PIP കനാലിന്റെ വശങ്ങളിലാണ് അക്വേഷ മരങ്ങളും മറ്റ് പാഴ്മരങ്ങളും വളർന്നു നിൽക്കുന്നത്. ചെറിയനാട് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ നെടുവരംകോട് കനാൽ ജംഗ്ഷൻ മുതൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം വരെയുള്ള ഏകദേശം 1500 മീറ്റർ ദൂരത്തിലാണ് PIP കനാലിന്റെ വശങ്ങളിൽ അക്വേഷ്യ മരങ്ങളും മറ്റ് പാഴ്മരങ്ങളും വളർന്നു നിൽക്കുന്നത്. ഏകദേശം 40ഓളം വീടുകൾക്ക് ഈ മരങ്ങൾ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇവ വെട്ടിമാറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത്, PIP, ജില്ലാ കളക്ടർ എന്നിവർക്കും പരാതി നൽകിയിരുന്നു. പഞ്ചായത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2024 സെപ്റ്റംബറിൽ ഫോറസ്റ്റ് അധികൃതരെയും ഉൾപ്പെടുത്തി ഒരു ട്രീ കമ്മിറ്റി യോഗം ചേരുകയും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ ഫോറസ്റ്റ് വകുപ്പ് PIPക്ക് അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ അനുമതി ലഭിച്ച് 7 മാസത്തോളമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. PIPയുടെ ഇതിനകത്തുള്ള മരങ്ങൾ വീടിന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിനെതിരെ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് PIP എഞ്ചിനീയർക്ക്, അസിസ്റ്റന്റ്